നമസ്കാരം ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ബ്രഹ്മാണ്ഡ ചിത്രമായ എമ്പുരാൻ്റെ റിവ്യൂയിലേക്കാണ്. അപ്പോൾ അധികം മുഖവരെയൊന്നും ഇല്ലാതെ ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നിർത്തിയിടത്തു നിന്നാണ് എമ്പുരാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിതിൻ രാംദാസ്, ടോവിനോ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ സിസ്റ്ററായ മഞ്ജു വാര്യനും തമ്മിലൊരു പൊളിറ്റിക്കൽ സ്ട്രഗിളുണ്ട്. ആ ഒരു സിറ്റുവേഷൻ അവിടെ അങ്ങനെ നടക്കുമ്പോഴത്തേക്കും അതർ സൈഡിൽ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ലാർജർ ദാൻ ലൈഫ്, അതേ ഇൻ്റർനാഷണൽ സിനാരിയോയിൽ ആരാണ് എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ. പിന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് അദ്ദേഹം തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഉള്ള കുറച്ച് ഫ്രെയിംസും കഥ എലമെൻസും എല്ലാം. ഇങ്ങനെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ. ഒരു സിമ്പിളായിട്ടൊരു ഓൺലൈൻ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം ചുറ്റിപ്പറ്റിയാണ് സിനിമ നടക്കുന്നത്. ഇനി സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ലതാർജിക്കായിട്ടുള്ള ഭയങ്കര ഡ്രാഗുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. ലാലേട്ടൻ വളരെ താമസിച്ചാണ് പടത്തിൽ വരുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. പടം ഒന്ന് പീക്കായി വന്നു കഴിഞ്ഞാൽ സൈൻ വേവ് കർവ് പോലെ പിന്നെ അങ്ങ് താഴോട്ട് പോവുകയാണ് ഫസ്റ്റ് ഹാഫിൻ്റെ. അതും നമുക്ക് ആദ്യത്തെ കുറച്ച് സീൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് ഡീറ്റെയിലിങ് പല ഷോർട്സിലും സീക്വൻസിലും കൊടുത്തിട്ടുണ്ടെന്ന്. ഒരു പ്രഗ്നൻ്റായ ഒരു ലേഡി ഉപദ്രവിക്കുന്ന ഒരു സീനുണ്ട്. നമുക്കത് മനസ്സിലാവും ആ ഭീകരതയുടെ ഒരു എലമെൻ്റ് ഓഡിയൻസിൽ എത്തിക്കാനാണ് കാണിക്കുന്നത്. അതിന് പോലും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് അനാവശ്യമായ ഡീറ്റെയിലിംഗ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള ഫ്രെയിമൊക്കെ ഇനി എങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിലിംഗ് ഒഴിവാക്കി ഒന്ന് ട്രിം ചെയ്തിരുന്നുവെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ നന്നായിരുന്നു. എന്നാലും ഫസ്റ്റ് ഹാഫിൽ വീണ്ടും പോരായ്മ നിൽക്കുന്നത് അതിൻ്റെ എഡിറ്റിംഗ് തന്നെയാണ്. നമ്മൾ ഓഡിയൻസ് ഈ കഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയിലെ കഥയിലെ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു മെൻ്റൽ സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, കഥാപാത്രത്തിൻ്റെ ഇമോഷനും എല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുമല്ലോ. ആ ഒരു മെൻ്റൽ ജേണി നമുക്ക്, അല്ലെങ്കിൽ ആ ഇമോഷണൽ ജേണി നമുക്ക് ഈ സിനിമയിൽ നിന്ന്, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നിന്ന് കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു സീൻ കണ്ടു കഴിഞ്ഞ് ആ സീൻ പെട്ടെന്ന് മാറി വേറൊരു സീൻ വരും, അത് കഴിഞ്ഞ് വേറൊരു സീൻ വരും. ഇത് ടപടവേന്ന് സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. സാധാരണ പ്രേക്ഷകന് ഇത് ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര ഫാസ്റ്റായിട്ടാണ് ഇത് കട്ട് ആൻഡ് എഡിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈവൻ ടോം ക്രൂസിൻ്റെ പടങ്ങളിൽ പോലും, മിഷൻ ഇമ്പോസിബിൾ പോലുള്ള പടങ്ങളിൽ പോലും, ഫുൾ ലെങ്ത് ആക്ഷൻ മൂവീസിൽ പോലും കട്ടുണ്ടായാലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. ഇതിൽ ആ കണ്ടിന്യൂറ്റി മിസ്സിംഗ് ആണ്. ഒരു സീൻ ലണ്ടനിൽ കാണിക്കുകയാണെങ്കിൽ അടുത്ത സീൻ കേരളത്തിലായിരിക്കും, അടുത്ത സീൻ ആഫ്രിക്കയിലായിരിക്കും. അങ്ങനത്തെ ഒരു സിഗ്സാക്ട് മോഡ്യൂളിൽ പോകുന്നതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഹാഫാണ് ശരിക്കും ഈ സിനിമയെ ഒന്ന് താങ്ങി നിർത്തുന്നത്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നല്ലൊരു സെക്കൻഡ് ഹാഫാണ്. എക്സെപ്ഷണലി വെല്ലൊന്നുമല്ല, പക്ഷേ നല്ലൊരു സെക്കൻഡ് ഹാഫാണ്. എക്സെപ്ഷലി അതിൻ്റെ അകത്താണ് ഈ സെക്കൻഡ് ഹാഫിലാണ് സിനിമയുടെ ഏറ്റവും നല്ല ഹൈലൈറ്റ് പോയിൻ്റായ ഒരു ജംഗിൾ ഫൈറ്റ് ഉള്ളത്. അതിൻ്റെ BGM, ലാലേട്ടൻ്റെ പെർഫോമൻസ്, സ്റ്റണ്ടിൻ്റെ കൊറിയോഗ്രാഫി ഗംഭീര സാധനമാണ്. അത് അടിപൊളിയാണ്. ഈ സിനിമയിൽ ഏറ്റവും നല്ല മൊമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ജംഗിൾ ഫൈറ്റാണ്. ആ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ. പിന്നീട് ടോവിനോയോട് പറയുന്ന ഒരു ഡയലോഗൊക്കെ ആയിട്ട് ലാസ്റ്റ് പൃഥ്വിരാജ് അവർ ചേർന്നൊരു സ്റ്റണ്ട്, അത് എക്സ്ട്രാ ഓർഡിനറി ഒന്നും അല്ലെങ്കിലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലാർജർ സ്കെയിലിൽ വരുന്ന ഒരു സെക്കൻഡ് ഹാഫാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെന്നുള്ളത് ഏറ്റവും ഗംഭീരമായി നിൽക്കുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഓൾസോ പൃഥ്വിരാജിൻ്റെ ഒരു വിഷൻ, ഓരോ ഷോട്ട്സും എങ്ങനെ എടുക്കണം, അതിൻ്റെ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വിഷനും, തിയേറ്റർ കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് ദീപക് ദേവിൻ്റെ BGM അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ജംഗിൾ ഫൈറ്റിൻ്റെ സിറ്റുവേഷനിൽ ആ BGM വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പലതും BGM ഒരു ഒഴുക്കമട്ടിൽ പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ലൂസിഫർ പോലെ ഗംഭീരമായൊരു സ്ക്രിപ്റ്റ് എഴുതിയ മുരളി ഗോപിയുടെ ഈ സ്ക്രിപ്റ്റിൽ വരുമ്പോൾ ശക്തമായ ഡയലോഗുകളില്ല. നമ്മളൊരു ക്യാരക്ടർ പറയുമ്പോൾ ആ ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ ക്യാരക്ടറിൻ്റെ ഡയലോഗിൽ നിന്നാണ്. ലാലേട്ടൻ പറയുന്ന 1-2 ഡയലോഗ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ബാക്കി കഥാപാത്രങ്ങൾ പറയുന്ന ഒരു ഡയലോഗും നമ്മൾ ഓർത്തിരിക്കില്ല. അത് ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. ആ സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഒരു പവർഫുള്ളായിട്ട്, കുറച്ചും കൂടെ ഒരു കണക്റ്റിംഗ് ആയിട്ട് എഴുതേണ്ട ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ആ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് എൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്. ആക്ടിങ് സൈഡിലോട്ട് വരുവാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസാണ് എക്സെപ്റ്റ് മഞ്ജു വാര്യർ ഇതിൻ്റെ അകത്ത് എന്ത് പറ്റുമെന്നറിയില്ല. പുള്ളിക്കാരി നല്ലൊരു ആക്ട്രസ്സാണ്. പക്ഷേ ഇതിൽ പുള്ളിക്കാരി ക്യാരക്ടറെ പ്രസൻറ്റ് ചെയ്യുമ്പം പുള്ളിക്കാരുടെ ചീക്ക് ഒന്നും അനങ്ങുന്നില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നുമില്ല. കണ്ണും വായും മാത്രം, കണ്ണ് ഇടയ്ക്ക് ചിമ്മിയാലായി, ഇപ്പോൾ വാ മാത്രം അനങ്ങിക്കൊണ്ടിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ അതർ ദാൻ ദാറ്റ് ലാലേട്ടൻ ഗംഭീര പെർഫോമൻസാണ്. പൃഥ്വിരാജ്, അഭിമന്യു സിംഗ്, ആ കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാരും, ആ ലീഡ് ആക്ടേഴ്സിൻ്റെ കൂടെ വന്ന എല്ലാ ആൾക്കാരും നല്ല പെർഫോമൻസ് തന്നെയാണ്. ഓവറോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഈ സിനിമ വന്നില്ല. പ്രതീക്ഷകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങ് തകർത്തു പോകുന്നൊരു സിറ്റുവേഷനായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ വരുന്നവരെ അതിൻ്റെ ഒരു ഡ്രാഗ് ഭയങ്കരമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു വിധത്തിൽ പൊക്കി നമ്മളെ ഇപ്പോൾ എന്താ പറയുക, നദിയുടെ അപ്പുറത്തെത്തിച്ചു എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്.
എന്തായാലും ആ സിനിമയുടെ ഒരു മേക്കിങ്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ സിനിമ കാണാം. ഒരു കുറച്ചും കൂടെ ഒരു ട്രിംഡ് വേർഷൻ, ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറോളം ഉണ്ട് സിനിമ. അതിന് പകരം ഒരു 2.5 മണിക്കൂറൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ കണ്ടിന്യൂറ്റി ഉള്ള എഡിറ്റ് സീക്വൻസുകളൊക്കെ ആയിരുന്നെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ്. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി മേക്കിംഗ് നമുക്ക് കാണാനുണ്ട്. മലയാള സിനിമയിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ളൊരു ക്വാളിറ്റി മേക്കിംഗ് ആണ് അതിൻ്റെ അകത്ത് ഉള്ളത്, പല സീക്വൻസുകളിലും കാണാൻ സാധിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് വന്നപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഔട്ട്പുട്ട് വന്നില്ല. എന്തായാലും നിങ്ങൾ സിനിമ കാണുക, അത്രയും ഹൈപ്പ് ഉണ്ടാകുന്ന സിനിമയാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കും. സോ തീർച്ചയായിട്ടും സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസായിട്ട് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.